ഇന്ന് ഞാൻ കുറച്ച് അടുക്കള ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ചെറുനാരങ്ങ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ അത് കേടായി പോകാറുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ചെറുനാരങ്ങ നനഞ്ഞ ടവലിനകത്ത് പൊതിഞ്ഞ് സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും കേടാകാതിരിക്കും. ചെറുനാരങ്ങ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത ശേഷം മുറിച്ച് പിഴിഞ്ഞുപയോഗിക്കുകയാണെങ്കിൽ ധാരാളം നീര് നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. നമ്മൾ മലയാളികൾ നാളികേരം ഒരുപാട് വാങ്ങി വയ്ക്കാറുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ കേടായി പോകുന്നുമുണ്ട്. അങ്ങനെ കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കണ്ണ് മുകളിൽ വരുന്ന പോലെ വെക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും അത് നമുക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാം. ഓംപ്ലേറ്റ് അടിക്കുമ്പോൾ മസാല ഓംപ്ലേറ്റിൽ പിടിക്കാറില്ല. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു സ്പൂൺ വെള്ളത്തിൽ മസാല കലർത്തിയ ശേഷം മുട്ടയൊഴിച്ച് ഇളക്കി ഓംപ്ലേറ്റ് അടിക്കുകയാണെങ്കിൽ മസാല നന്നായിട്ട് പിടിക്കും. നല്ല രുചിയും ഉണ്ടാകും, നല്ല സോഫ്റ്റും ആയിരിക്കും. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഉപ്പുമാവ് കട്ട പിടിക്കാറുണ്ടോ? അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ആദ്യം റവ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയ ശേഷം നമ്മൾ എങ്ങനെയാണോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി നോക്കി. ഉപ്പുമാവ് കട്ട പിടിക്കത്തുമില്ല, നല്ല സ്വാദുമായിരിക്കും, വേർപെട്ട് നിൽക്കുകയും ചെയ്യും. മെഴുക്കുവരട്ടി, തോരൻ എന്നിവയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി വെക്കുന്ന പാത്രത്തിൻ്റെ അടപ്പിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നിറം പോകാതിരിക്കാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് വേവിക്കുക. എണ്ണ പൊട്ടിത്തെറിക്കാതിരിക്കാൻ ചീനച്ചട്ടി ചൂടാകുമ്പം അല്പം ഉപ്പുവെള്ളം ചേർത്ത് തിളപ്പിച്ച ശേഷം എണ്ണ ഒഴിക്കുക. ഉള്ളി, സവാള പെട്ടെന്ന് വൃത്തിയാക്കി കിട്ടാൻ 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്താൽ മതി. വെളുത്തുള്ളിയാണെങ്കിൽ ചൂടുവെള്ളത്തിലും സോക്ക് ചെയ്ത ശേഷം വൃത്തിയാക്കി കിട്ടും. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിക്കാൻ ഒരു നുള്ളു പഞ്ചസാര ചേർത്താൽ മതി. ഗ്രീൻ പീസിന് നിറം പോകാതിരിക്കാൻ വിനാഗിരി ചേർത്താൽ മതി. മീൻമണം മാറാൻ നാരങ്ങ മുറിച്ച് വെച്ച് പാത്രം നന്നായിട്ട് കഴുകിയാൽ മതി. ഇനിയും പുതിയ ടിപ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ലേ.